ഈ വിഷയത്തിൽ ഹൈക്കമാൻഡ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കേരളത്തിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിന് ശേഷം നേതാക്കൾക്ക് വേണ്ടിയുണ്ടായ അണികളുടെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ, ഒപ്പം തന്നെ പോസ്റ്റർ യുദ്ധങ്ങൾ, സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അധിക്ഷേപം അടക്കമുള്ളവ കാണുന്നത്. നേരത്തെ തന്നെ ഈ മൂന്ന് നേതാക്കളെയും ഹൈക്കമാൻഡ് വിളിപ്പിച്ച ഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം ധരിപ്പിച്ചതായി ചില സൂചനകളുണ്ട്. ഇതോടൊപ്പം തന്നെ വ്യാപകമായ തോതിലുള്ള ഇമെയിൽ വഴിയും മറ്റുമായി നേതൃത്വത്തിന് ഇത്തരത്തിലുള്ള പരാതികൾ അടക്കമുള്ളവ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ മൂന്ന് നേതാക്കളോടും തന്നെ അണികളോട് ഇക്കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചത്. എന്നാൽ അതിനുശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെയും രഹസ്യമായുമുള്ള ഇത്തരത്തിലുള്ള ഒരു പ്രചരണം അത് തുടരുകയാണ്. ഇക്കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ തന്നെ ഹൈക്കമാൻഡ് കാണുന്നു. എന്നാൽ ഇതിന്റെ ഒരു ഗൗരവ സ്വഭാവം കൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് എത്രയും വേഗം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള നടപടികളിലേക്ക് ഹൈക്കമാൻഡ് കടന്നിരിക്കുന്നത്. നേരത്തെ ഈ സാഹചര്യങ്ങൾ അല്പം തണുത്തതിന് ശേഷം പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം, പ്രഖ്യാപനം നടത്താം എന്നുള്ള ഒരു കണക്കുകൂട്ടലിലായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സമയം ഇനി പാഴാക്കേണ്ടതില്ല, ഉടൻ തന്നെ പ്രഖ്യാപനത്തിലേക്ക് കടക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഇത്തരത്തിൽ ുള്ള സമൂഹ മാധ്യമങ്ങളിലും മറ്റുമുള്ള പ്രചരണങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഇന്ന് വൈകിട്ട് ഇന്ന് നേതാക്കളുമായി, മുതിർന്ന നേതാക്കളുമായി പ്രത്യേകം നടത്തിയ ഈ ചർച്ച അത് പൂർത്തിയായ ശേഷം പിന്നീട് ഒരു കൂടിയാലോചന നടത്തും. അതിന് പിന്നാലെ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രാഥമികഘട്ട ചർച്ചകൾ നടത്തിയ ശേഷം സോണിയാഗാന്ധിയുമായി കൂടി കൂടിയാലോചിച്ച ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കടക്കുക. ഇന്ന് വിവിധ നേതാക്കളുമായി നടത്തുന്ന ചർച്ചകളിൽ ഒരു പേരിനപ്പുറത്തേക്കുള്ള വിശദാംശങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. സാഹചര്യങ്ങൾ, സംസ്ഥാനത്തെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. സോണിയാഗാന്ധിയുമായി കൂടി ആലോചിച്ച ശേഷം ഒരു പ്രഖ്യാപനം ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെയോടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.